എല്ലാ വ്യൂവേഴ്സിനും ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫെയർവെൽ എപ്പിസോഡാണ്. നമ്മുടെ 18 കണ്ടസ്റ്റൻസും ഫസ്റ്റ് സ്റ്റേജിൽ മത്സരിച്ചപ്പോൾ നമ്മൾ ആരെയും തന്നെ ഡിപ്ലീറ്റ് ചെയ്തില്ല. ബിക്കോസ് 2 റൗണ്ടുകളായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുത്തിരുന്നത്. 2 റൗണ്ട് വെച്ച് ഒരു സിംഗറിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ 18 കണ്ടസ്റ്റൻസും സെക്കൻഡ് സ്റ്റേജിലെത്തി. സെക്കൻഡ് സ്റ്റേജിൽ അവർക്ക് കൊടുത്തിരുന്നത് 2 റൗണ്ടുകളായിരുന്നു. ടോട്ടൽ 4 റൗണ്ട്സിലാണ് അവർ പെർഫോം ചെയ്തിരുന്നത്. ഈ 4 റൗണ്ട്സിൽ പെർഫോം ചെയ്തപ്പോൾ 18 കണ്ടസ്റ്റൻസിൽ നിന്നും 6 പേര് ഇന്ന് ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുകയാണ്. സോ ഈ 6 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. അരുന്ധതി ചേച്ചി, ബിജി ബാൽ ആൻഡ് രഞ്ജിനി ജോസ്. ഈ 6 പേര് ഇന്ന് ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുന്നത് വളരെ മൈന്യൂട്ട് ഡിഫറൻസസിലാണ്. ബട്ട് അതർ ദാൻ ദിസ് 6 കണ്ടസ്റ്റൻസ് ബാക്കിയുള്ളവർക്ക് ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങൾ വളരെയധികം പ്രാക്ടീസ് ചെയ്തുകൊണ്ടും കൂടിയാണ് നിങ്ങൾ ഇന്ന് സേഫ് ആയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഇനി നമുക്ക് നമ്മുടെ 6 കണ്ടസ്റ്റൻസിനെ, ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുന്ന 6 കണ്ടസ്റ്റൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവരൊക്കെയാണ്: ആർച്ച, നിമ, ദേവിക, അദ്വൈത്, ബിൻഹാർ റോസ് ആൻഡ് ഉണ്ണിമായ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഹായ് എവ്രി വൺ. ഡേഞ്ചർ സോണിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആരെയും തന്നെ ഡിപ്ലീറ്റ് ചെയ്തില്ല. സെക്കൻഡ് സ്റ്റേജിൽ എലിമിനേഷൻ ഇസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഷോ. അപ്പം നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലേ? നിങ്ങളെല്ലാവരും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർ തന്നെയാണ്. 6 പേർക്കും ഇവിടെ ഒന്നും കൂടെ പെർഫോം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹാപ്പി ആയോ? ബട്ട് I'll tell you something. നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രീവിയസ് റൗണ്ടിൽ 4 റൗണ്ട് നിങ്ങൾ മത്സരിച്ചല്ലോ. അപ്പം അതിൽ നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് സ്കോർ നേടിയ ഏതെങ്കിലും ഒരു പെർഫോമൻസിലെ പാട്ടായിരിക്കണം നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് ജഡ്ജസിന് എന്താ പറയാനുള്ളത് നോക്കാം, അല്ലേ? നിങ്ങൾ പാടുന്നത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും അതിൻ്റെ കുറ്റങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ജഡ്ജസാണ്. അവരുടെ അടുത്ത് ചോദിക്കാം, അല്ലേ? ബിജു ചേട്ടാ, ഞാൻ ഇതിനെ കുറച്ചും കൂടി ലൈറ്ററായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് കുട്ടികളെന്തോ എന്തോ തെറ്റുകൾ ചെയ്ത പോലെ ഇവിടെ നിർത്തി ക്രൂശിക്കുന്നത്, അതല്ല അതിൻ്റെ വിഷയം. കാരണം പാട്ടുകൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് പാടുന്നേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ട്, അപ്പുറവും ഇപ്പുറവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് പറ്റിയ എന്തൊക്കെയോ ചെറിയ പിശകുകളുടെ പേരിലാണ് നിങ്ങൾ മാർക്ക് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾക്ക് കഴിവില്ലാണ്ട് ഒന്നുമല്ല. ഇത്തരം പരിപാടിയിൽ വരുമ്പോൾ നിങ്ങൾ എലിമിനേറ്റഡ് ആവാൻ റെഡി ആയിട്ടായിരിക്കണം വരേണ്ടത്. ശരിക്കും ഞാൻ നാളെ പോകും എന്ന് പറഞ്ഞിട്ടായിരിക്കും വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മത്സരിക്കാൻ വരികയാണല്ലോ, അപ്പോൾ എന്തായാലും തോൽവിയും ജയവും ഉണ്ടാവും. അത്തരം നിസ്സാരമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾ, നിങ്ങൾ കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി മത്സര ബുദ്ധി ഉണ്ടാവും. അപ്പോഴത്തേക്കും കുറച്ച് വാശി ഉണ്ടാവും, ഈഗോ ഉണ്ടാവും. പക്ഷെ അവന് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലോ എന്നൊക്കെ പറയുന്ന ഒരു മത്സരം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത. പക്ഷെ ഈ സമയത്ത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, കേട്ടോ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും കരുതിയാൽ മതി, നിങ്ങൾ ആയിരിക്കില്ല മറ്റൊരു അവസരത്തിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരു 6 പേരായിരിക്കണം ഇവിടെ നിൽക്കേണ്ടിയിരുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു ബിജു ചേട്ടാ. ചേച്ചി, ഇതൊന്നും ഒട്ടും കാര്യമായിട്ട് എടുക്കണ്ട. ഇത് നിങ്ങളുടെ പാട്ട് മോശം എന്ന് തീരെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം ഇവിടെ എത്താൻ വളരെയധികം നിങ്ങൾ ട്രാവൽ ചെയ്തു, അല്ലേ? അതായത് ആദ്യം ഒരു റൗണ്ട് സ്ക്രീനിങ്ങിന് വേണ്ടി നിങ്ങൾ പാടി, കുറേ പാട്ട് പഠിച്ചു, പിന്നെ ഒരുപാട് പേരുടെ പാട്ട് കേട്ടു, അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ്. ചില ദിവസം, ചില സമയം, ചില പാട്ടിൻ്റെ സെലക്ഷൻ, ചിലപ്പോൾ ചില വോയിസിൻ്റെ പ്രോബ്ലം, ഇതെല്ലാവർക്കും പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങൾ ആരെക്കാളും താഴെയല്ല, ബാക്കിയുള്ളവരങ്ങനെ മെച്ചമല്ല. ശരിക്കും അങ്ങനെ
ആ സമയത്ത് ഒരു ഇത് മാത്രം. അതുകൊണ്ട് നല്ല പോസിറ്റിവിറ്റി അതാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ ശപഥം എടുക്കേണ്ടത്, ഈശ്വരൻ നല്ലൊരു മാർഗം, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് പാടാൻ പറ്റുമെന്ന് കാണിച്ചു തന്നു. ഇതിൽ നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്, വളരെ പ്ലാൻഡ് ആയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ വളരെയധികം നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റും. ഇത് വളരെ നിസ്സാരമായിട്ട്, ഈ പറഞ്ഞ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ പേരൻസും കാണുക. ടീച്ചറും ബിജി ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അതിലേക്ക് ആഡ് ചെയ്യാനേ ഞാനിപ്പോൾ ശ്രമിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഈ ഷോന് ആദ്യം വന്നപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വേദിയായിട്ട് എടുക്കുക. ആസ് യു വുഡ് സിങ്, ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു വേദി കിട്ടുമ്പോൾ പാടുന്ന പോലെ തന്നെ ഒരു വേദിയായിട്ട് കണക്കിലെടുത്തിട്ട് ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണാതെ അടുത്ത വേദികൾ, ഇനി ഒരുപാട് വേദികൾ ജീവിതത്തിലുണ്ടാവും, അങ്ങനെ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു തലയിലെഴുത്ത് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ വലിയ ആൾക്കാരാവുന്നതിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 6 പേരും നന്നായിട്ട് പാടുക, എന്നിട്ട് ഇന്നാവാൻ നോക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അപ്പം ജഡ്ജസ് പറഞ്ഞൊക്കെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഇല്ലേ അല്ലേ? അപ്പം ആ ഒരു സ്പിരിറ്റിൽ തന്നെ എല്ലാവരും നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. ചേച്ചിയുടെ വകയിൽ ഗുഡ് ലക്ക്. ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്ന 6 കണ്ടസ്റ്റൻസിൽ നിന്നും ആർച്ചയാണ് ആദ്യമായി ഈ വേദിയിൽ പാടാൻ പോകുന്നത്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ, കനിവായി പൊഴിഞ്ഞുതാ മണിപ്പീലിയൊന്നു നീയരികെ. ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളി നീ കൂടണയൂ. മാപ്പാനി നീസ നിസ സ നിസരി നീത മപനി സ നിസ. നീലരാവുകളുമേ കുളിരും പകരം ഞാൻ നൽകും. നിസരി നീത വനിത പമകരി മാഗ സ നിസ. മയിലായി ഓ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ. മുകിലുകൾ മേയും മാമഴക്കുന്നിൽ തളിരണിയും മയിൽ പീലിക്കാവിൽ. മുകിലുകൾ മേയും മാമഴക്കുന്നിൽ തളിരണിയും മയിൽ പീലിക്കാവിൽ. കാതരമേ കളിവീണമീട്ടി തേടിയലഞ്ഞു നിന്നെ ഞാൻ. വരൂ വരൂ വരദേ, തരുമോ ഒരു നിമിഷം. മയിലായി ഓ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ. ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ നമ്മുടെ ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്ന 6 കണ്ടസ്റ്റൻസിൽ നിന്നും നിമയാണ് അടുത്തതായി പാടാൻ പോകുന്നത്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇന്ദു പുഷ്പം ചോടി നിൽക്കും രാത്രി, ചന്ദന പൂപ്പുടവ ചാർത്തിയ രാത്രി. ഇന്ദു പുഷ്പം ചോടി നിൽക്കും രാത്രി, ചന്ദന പൂപ്പുടവ ചാർത്തിയ രാത്രി. കഞ്ചപാണൻ ദൂതിയായി നിന്നരികിലെത്തി, ചഞ്ചലേ നിൻ വിപഞ്ചിക തൊട്ടുണർത്തി. ഇന്ദു പുഷ്പം ചോടി നിൽക്കും രാത്രി, ഏലസിൽ അനങ്ക തിരുമന്ത്രങ്ങൾ
మ పని పమ రి మ పని పమ ప మ పని సని పమ పని సని రి సని సా മാമുനി മാൻകിടാവായി മാറ്റും മന്ത്രം താമര കൺമുനകളാൽ പകർത്തി വച്ചു ഇന്ദു പുഷ്പം ചോടി നിൽക്കും രാത്രി. ITL World Junior Idol സീസൺ 2 ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ അടുത്തതായി പാടാൻ എത്തുന്നു ദേവിക. നിന്നു കോരി വരണം വരണം ഇസക്കിട എന്നെ തേടി വരണം വരണം ഒരു കിളി തനിത്തിരുക്ക ഉനക്കെന്ന തവം இருக்க ഇരുവിഴി சிவந்திருக்க இதழ் மட்டும் வெளுத்திருக்க அழகிய ரகுவரனே அனுதினவு நின்னு கோரி வரணம் வரணம் இசைக்கிட என்னை தேடி வரணம் வரணம். உன்னை தான் சின்ன பெண் ஏதோ கேள்த்த உள்ளுக்குள் அங்கங்கே ஏகம் தாக மொட்டுத்தான் மெல்லத்தான் பூ போல் பூக்க தொட்டுப்பார் கட்டிப்பார் தேகம் வேர்க்க பூஜை தாக வாடது தேவன் உன்னை தேடது ஆசை நெஞ்சிலேங்கது ஆத்த போட்டு தூங்கது உன்னோடு நான் போயாமல் தேனாற்றிலே நீராட நினக்கள் நின்னு கோரி வரணம் வரணம் இசைக்கிட என்னை தேடி വരണം വരണം. ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ അടുത്തതായി പാടാൻ എത്തുന്നത് അദ്വൈതാണ്. ലെറ്റ്സ് എൻജോയ് ഇറ്റ്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ഒഴുകുമി വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. ഒഴുകുമി വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാന ഗന്ധർവനാക്കൂ എന്നെ നിൻ ഗാന ഗന്ധർവനാക്കൂ. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാന ഗന്ധർവനാക്കൂ എന്നെ നിൻ ഗാന ഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ.
ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി പാടാനെത്തുന്നു ബിൻഹ റോസ്. സുഖമാ ഉൻ കോപങ്ങൾ സുഖമാ അഴകേ സുഖമാ ഉൻ കോപങ്ങൾ സുഖമാ അൻപേ സുഖമാ ഉൻ താപങ്ങൾ സുഖമാ അൻപേ സുഖമാ ഉൻ താപങ്ങൾ സുഖമാ തലൈവായ് സുഖമാ സുഖമാ ഉൻ തനിമൈ സുഖമാ സുഖമാ വീടുവാസൽ സുഖമാ ഉൻ വീട്ടുതോട്ടം സുഖമാ പൂക്കളെല്ലാം സുഖമാ ഉൻ പൊയ്കയെല്ലാം സുഖമാ അൻപേ സുഖമാ ഉൻ താപങ്ങൾ സുഖമാ அழகே உன்னை பிரிந்தேன் அறிவிலொன்றே இழந்தேன் வெளியழகா வெட்கமின்று விளக்கை அணைத்து அழுதேன் வெளியழகா வெட்கமின்று விளக்கை அணைத்து அழுதேன் அன்பே உன்னை வெறுத்தேன் என் அறிவை நானே எரித்தேன் உறவின் பெருமை பிரிவில் கன்று உயிரில் பாதி குறைந்தேன் உறவின் பெருமை பிரிவில் கன்று உயிரில் பாதி குறைந்தேன் பழைய மாலையில் புதிய பூக்கள் தன் சேராதா பழைய தாலியில் புதிய முடிச்சுகள் கூடாதா வாழ்க்கையோர் வட்டம் போல் முடிந்த இடத்தில் தொடங்காத வாழ்க்கையோர் வட்டம் போல் முடிந்த இடத்தில் தொடங்காதோ அழகே சுகமா உன் கோபங்கள் சுகமா. Thank you. ITL World Junior Idol Season 2 ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ അടുത്തതായി പാടാനെത്തുന്നു ഉണ്ണിമായ. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ ആൺപൂവാണിലമ്പലപ്പുഴയുണ്ണിക്കണ്ണനു പൂജയ്ക്ക് പെൺപൂവാണിലഹ മറ്റൊരു കാർവർണ്ണനുമാലയ്ക്ക് കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ കല്യാണി കളവാണി. നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ
കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചരുവിലിരുന്ന് വിളിക്കണുണ്ടോ. കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചരുവിലിരുന്ന് വിളിക്കണുണ്ടോ. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ. കല്യാണി കളവാണി. I have to announce this sad news. One is in and one is out. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. Welcome back to the elimination episode of ITL World Junior Idol Season 2. ഡേഞ്ചർ സോണിൽ എത്തിയിരുന്ന 6 കണ്ടസ്റ്റൻസും ഇവിടെ പെർഫോം ചെയ്തു. ഇനി നമുക്ക് ഫൈനൽ ജഡ്ജ്മെന്റ് അറിയാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് 6 പേരെയും വേദിയിലേക്ക് ഒന്നുകൂടെ വിളിക്കാം. പ്ലീസ് കം ടു ദ സ്റ്റേജ്. എല്ലാവരും പാടി. ശരിക്കും നമ്മുടെ പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇവർ എലിമിനേഷനിൽ എത്തിയതെന്ന്. ശരിക്കും അത്രയും ബ്രില്യൻ്റ് ആയ പെർഫോമൻസസ് ആയിരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് തന്നത്. അതിന് വലിയൊരു കയ്യടി തന്നെ കൊടുക്കാൻ ഇവർക്ക്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ശരിക്കും നമ്മുടെ ജഡ്ജസ് ആണ് ഇപ്പം കൺഫ്യൂസ്ഡ് ആവുക. അപ്പം നമുക്ക് റിസൾട്ട് അറിയാം അല്ലേ? ഈ എലിമിനേഷൻ പ്രോസസ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് രഞ്ജിനി ചേച്ചി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ചേച്ചി, ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ചേച്ചി കണ്ടു. ഇന്ന് പാടിയത് ഇതിൽ എനിക്ക് തോന്നുന്നു ബിൻഹയുടെ പെർഫോമൻസ് ആയിരിക്കും ചേച്ചി കാണാതെ ഇരുന്നത് അല്ലേ? വന്നപ്പം ബിൻഹയുടെയും നിമയുടെയും. ഓക്കെ ഓക്കെ. ചേച്ചിക്ക് പക്ഷെ ഞാൻ ഇവിടെ എലിമിനേഷനിൽ ഇപ്പോൾ എല്ലാവരും പെർഫോം ചെയ്ത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ നേരത്തെ മേഘ്ന പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. കാരണം എല്ലാവരും വളരെ നന്നായി പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നത് അൺപ്ലഗ്ഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കങ്ങ് കൂടുതൽ കോൺഫിഡൻസ് ആയി തോന്നുന്നു. എനിക്ക് കുറേം കൂടെ അവരുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവർക്കൊരു എന്തായിരുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ പാടാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നണേ? എലിമിനേഷൻ ആണ്, അപ്പൊ എനിക്ക് കയറിയേ പറ്റൂ എന്നുള്ള വാശിയിൽ നിങ്ങൾ പാടിയതാണോ, അല്ല നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നോ? എങ്ങനെ കംഫർട്ടബിൾ ആയിരുന്നു അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ അൺപ്ലഗ്ഡ് എന്നൊരു സംഭവം വന്നപ്പോൾ അവരവരുടെ തന്നെ വോയിസ് അവർക്ക് കേൾക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. സോ ദാറ്റ് മെയ്ഡ് ദം സിംഗ്. അപ്പൊ ഒരു കാര്യം ഇവിടെ തെളിയിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല പാട്ടുകാരാണെന്നാണ് തെളിയിച്ചത്. അപ്പൊ അതിന് നല്ലൊരു കയ്യടി കൊടുക്കണം. ITL വേൾഡ് ജൂനിയർ ഐഡലിലെ എല്ലാ കണ്ടസ്റ്റൻസും ഒന്നിനൊന്നും മികച്ചതാണ്. പക്ഷെ ബിജി ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ ഒറ്റ വിന്നറേ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഈ എലിമിനേഷൻ പ്രോസസ്സിൽ കൂടെ പോയേ പറ്റൂ അല്ലേ? അപ്പൊ നമുക്ക് ഈ പ്രോസസ്സിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ബിജി ചേട്ടാ, രഞ്ജിനി പറഞ്ഞു കഴിഞ്ഞല്ലോ. കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ പാടിയത്, സത്യമായിട്ടും. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ പാട്ട് മാത്രമല്ല ഇതിനകത്തെ ഘടകം, ഈ ഡിസിഷനിലെ ഘടകം അത് മാത്രമല്ല. പക്ഷെ നേരത്തെ നിങ്ങളുടെ പെർഫോമൻസിന്റെ മാർക്കും കൂടി കൂട്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ
റിസൾട്ട് വരുന്നത്. അതിൻ്റെ പേരിലായിരിക്കും നിങ്ങളിപ്പോൾ എലിമിനേറ്റ് ആകുന്നത്, അല്ലാതെ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് കാരണമല്ല. നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് നിങ്ങളുടെ ടോട്ടലിലേക്ക് കുറച്ച് കൂടുതൽ ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കാം, പക്ഷേ നിങ്ങളുടെ പഴയ മാർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഡിസിസീവ് ഫാക്ടർ ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഇന്ന് സംഭവിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു ബിജു ചേട്ടാ. ചേച്ചി? എനിക്കും ബിജി പറഞ്ഞതുപോലെ തന്നെയാണ് തോന്നുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പെർഫോമൻസ് അനുസരിച്ചല്ല. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ പാടുമ്പോൾ അന്തിച്ചിരുന്നു പോയി. അങ്ങനെ വളരെ നന്നായിട്ട് ഓരോരുത്തരും പാടി. എല്ലാവർക്കും നല്ല ഭാവിയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളെ കണ്ട്, നിങ്ങളുടെ ഈ പാട്ട് കേട്ട് ഞങ്ങൾക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ തന്നു. വളരെ സ്വീറ്റ് മൊമെൻറ്റ്സ്, നിങ്ങൾ വളരെ ഓർക്കാൻ തക്കവണ്ണം നല്ല മൊമെൻറ്റ്സ് തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ താങ്ക്സ് പറയാം. താങ്ക് യു ചേച്ചി. രഞ്ജൻ ചേച്ചി? ഒരു കാര്യം കൂടി പറയണ്ടത്, കാരണം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ട് ആകുന്നവരോടാണ് എനിക്ക് പറയേണ്ടത്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഷോന് പോയിരുന്നു ജഡ്ജായിട്ട്, ഒരു വർഷം 2 വർഷം മുമ്പ്. അതിൽ പ്രിലിമിനറിയിൽ ആണ് ഞാൻ ജഡ്ജായിട്ട് പോയത്. ആ പ്രിലിമിനറിയിൽ ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായ ഒരു വ്യക്തിയെ വിളിച്ചിട്ടാണ് ഞാൻ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയിലെ സ്വപ്നം ഒരു ചാക്ക് എന്ന് പറയുന്ന പാട്ട് പാടിയത്. അതിനുശേഷം എത്രയോ റൗണ്ട്സ് കഴിഞ്ഞിട്ട് ആരൊക്കെയോ വിൻ ചെയ്തു. പക്ഷേ പ്രിലിമിനറിയിൽ ഔട്ടായ ഒരു വ്യക്തിയെ, ആ പുള്ളിയുടെ നമ്പർ മേടിച്ചിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. കാരണം എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തെ കോമ്പറ്റീഷനിൽ അവൻ വിൻ ചെയ്തില്ല, പക്ഷേ അത് ഔട്ടായ ആ പയ്യനെയാണ് ഞാൻ വിളിച്ച് പാടിച്ചത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ഇൻകോമ്പിറ്റന്റ് സിംഗർ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഈ ഒരു അവസ്ഥയിൽ ഔട്ടാകുന്നത് കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. താങ്ക് യു ബിജു ചേട്ടാ. രഞ്ജന ചേച്ചി? ഇനിയിപ്പോ എനിക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മേഘ്ന ഫസ്റ്റ് കണ്ടസ്റ്റന്റ്, എൻ്റെ കയ്യിൽ റിസൾട്ട്സ് ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ടുള്ള കാർഡ് എൻ്റെ കയ്യിലുള്ളത് പാർട്ടിസിപ്പന്റ് നിമ. നിമ, എന്ത് ഫീൽ ചെയ്യണോ നിമ? വിൽ യു ബി ഇൻ ഓർ ഔട്ട്? അറിയില്ല. ഇന്ന് പാടാൻ പറ്റുമോ മോൾക്ക് നന്നായിട്ട്? ഒരുവിധം. എന്നാ ഞാൻ പറയണു, എനിക്ക് നിമയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമായി. ആദ്യം തന്നെ നിമ ഇവിടെ വന്നതിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു മോളെ. ഇപ്പോൾ ഇതിലെ എന്ത് റിസൾട്ട് ആണെങ്കിലും ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ഓക്കെ, ഇൻ ഓർ ഔട്ട്. നിമ നേരത്തെ കിട്ടിയത് 340.5 പോയിന്റ്സ് ആണ് നിമയ്ക്ക് 4 റൗണ്ടിലായിട്ട് കിട്ടിയത്. ഇന്നത്തെ പെർഫോമൻസിന് നിമ സ്കോർ ചെയ്തത് 73 ഔട്ട് ഓഫ് 100 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്സ് നേരത്തെ കിട്ടിയ മാർക്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് സം ടോട്ടലാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ 413.5 മാർക്സ് ആണ് നിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ബട്ട് സാഡ്ലി നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ വെച്ച് നോക്കിയപ്പോൾ അത് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഐ ഹാവ് ടു അനൗൺസ് ദിസ് സാഡ് ന്യൂസ്. നിമ ഔട്ടാണ് ഫ്രം ജൂനിയർ ഐഡൽ. അപ്പോൾ ഇത് നല്ലൊരു ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. ഡോണ്ട് ഫീൽ ബാഡ് എന്ന് എനിക്ക് പറയാം, പക്ഷേ വലിയ കുട്ടിയല്ലേ, ഈ കുട്ടികളെക്കാളൊക്കെ കുറച്ചും കൂടെ പ്രായമുള്ള കുട്ടിയല്ലേ. അപ്പൊ നല്ല ധൈര്യമായിട്ടുണ്ടാകും. ജീവിതത്തിൽ ആദ്യം ധൈര്യം വരട്ടെ കുറെ. ഓക്കെ, ഏതൊരു സിറ്റുവേഷനും ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യം വേണം അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന പേരൻസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയോടെ സ്മരിച്ചിട്ട് വീട്ടിൽ പോയി നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഇനിയും നിറയെ വേദികളിൽ ഞാൻ നിമയെ കാണും. ഫസ്റ്റ്ലി എനിക്ക് ആദ്യമായിട്ട് താങ്ക്സ് പറയേണ്ടത് എൻ്റെ പാരൻസിനാണ്. അവരുടെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് എനിക്കിതിലേക്ക് വരാൻ
പറ്റിയത് തന്നെ. പിന്നെ ജഡ്ജസ്, അനൂപേട്ടൻ്റെ ഒരു ഗ്രൂമിങ്, അത് പിന്നെ ജഡ്ജസ് ബിജിപാൽ സാറ്, ടീച്ചർ റിമി ചേച്ചി, ഇപ്പം രഞ്ജിനി ചേച്ചി ഒക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരോടും, ഓർക്കസ്ട്ര ചേട്ടന്മാരോട്, പിന്നെ പ്രൊഡ്യൂസേഴ്സിനോട്, ആങ്കർ മേഘ്ന ചേച്ചിയോട്, എല്ലാവരോടും വളരെ താങ്ക്സ് ഉണ്ട്. മോളു, താങ്ക് യു സോ മച്ച്. വിൽ ഓൾ മിസ് യു. അല്ലേ, നമ്മളെല്ലാവരും മിസ് ചെയ്യില്ലേ? ജോയിൻ യുവർ ഫ്രണ്ട്സ്. അടുത്ത ആരുടെ റിസൾട്ട് ആണ് ചേച്ചി? അടുത്ത ബിൻഹ റോസിന്റെ റിസൾട്ട് ആണ് എന്റെ കയ്യിലുള്ള. ബിൻഹ, ബിൻഹയുടെ പെർഫോമൻസും ഞാൻ ഇപ്രാവശ്യം വന്നിട്ടാണ് കേട്ടത്. എന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സിംഗറാണ് ബിൻഹ. എലിമിനേഷനിലാണ് എനിക്ക് ബിൻഹയുടെ പാട്ട് കേൾക്കാൻ പറ്റിയെങ്കിലും ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ ജഡ്ജസിനോട്, ഈ കുട്ടി എങ്ങനെ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. എന്നെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. യു ആർ എ ബോൺ സിംഗർ മോളെ. അത്രയും ഫീൽ ഉണ്ട്. ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ റൗണ്ടിൽ നമുക്ക് ആ നേരത്ത് പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ എലിമിനേഷൻ റൗണ്ടിൽ വന്നത്. അപ്പം അതൊക്കെ നികത്തിയിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി, കുറച്ച് പേടിയുണ്ട് അല്ലേ, പേടിയൊക്കെ മാറ്റി വെച്ചിട്ട്, കാരണം കഴിവുള്ളപ്പോൾ അത് പേടി കൊണ്ട് അത് കളയരുത് ഒരിക്കലും. ഓക്കെ, അപ്പോൾ ബിൻഹ, ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് തന്നെ മനസ്സിലാക്കാം. ബിൻഹയുടെ മാർക്ക് ഞാനിവിടെ അനൗൺസ് ചെയ്യാണ്. 353 പോയിന്റ്സ് ആണ്, മാർക്സ് ആണ് കിട്ടിയത് കഴിഞ്ഞ 4 റൗണ്ടിൽ നിന്നും. ഇന്ന് പാടിയതിന് 82 മാർക്ക്, 82 മാർക്സ് ആണ് കിട്ടിയത്. ടോട്ടൽ 435 മാർക്സ് ആൻഡ് ബിൻഹ റോസ് ഇസ് ഇൻ. കൺഗ്രാറ്റുലേഷൻസ് ബിൻഹ. ഇന്നാണ്. ഹാപ്പി ആയില്ലേ? താങ്ക് യു. ജോയിൻ യുവർ ഫ്രണ്ട്സ്. ഹാപ്പി ആയിട്ട് പോയിരുന്നോളൂ. ഇനിയും കാണാം. അങ്ങനെ 6 പേരിൽ നിന്നും ഒരാൾ ഇൻ, ഒരാൾ ഔട്ട്. ഇനി 4 പേര്. ഇനി 4 പേരില് 2 പേര് ഇൻ, 2 പേര് ഔട്ട്. അടുത്ത ഞാൻ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നിയ, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കൊച്ചുകുട്ടിയാണ് ദേവിക. ദേവികയുടെ കോമഡി പെർഫോമൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ദേവികയുടെ പാട്ടിന്റെ, ഡെഫിനറ്റ്ലി ഒരു പാട്ട് എന്ന് പറയുന്നത് ദേവികയുടെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള വളരെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ദേവിക അത്രയും മുതിർന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ അത്രയും ഡയലോഗൊക്കെ കാണാതെ പഠിച്ച് ഇവിടെ ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ, ശാരദയായിട്ട് അല്ലേ. നല്ല പെർഫോമൻസ് ആയിരുന്നു. മോള് സ്പോർട്ടീവായിട്ട് എടുക്കുവോ എന്ത് വന്നെങ്കിലും? എടുക്കോ? 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി എത്ര ജീവിതം കിടക്കണോ, എന്തൊക്കെ ഏതൊക്കെ സ്റ്റേജിൽ പാടാനുള്ള. ദേവിക കുട്ടി പാടിയ പാട്ട് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ഞാൻ ചെറുപ്പത്തിൽ ഇത്രയും പ്രായമുള്ളപ്പോൾ തന്നെ ഞാൻ പാടി നടക്കാറുള്ള പാട്ടാണ് ദേവിക എന്ന എലിമിനേഷന് പാടിയ നിന്നുകോരി വർണ്ണം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എലിമിനേഷനിൽ പാടിയത്. ഇനിയിപ്പോ ദേവികയുടെ സ്കോർ നോക്കാം. ഓക്കെ, ദേവിക 4 റൗണ്ടിൽ പാടിയതിന് 344.75 മാർക്സ് ആണ് ദേവിക കിട്ടിയത് കഴിഞ്ഞ 4 റൗണ്ടില്. ഇന്ന് ദേവിക പാടിയതിന് 76 മാർക്കാണ് കിട്ടിയത്. ആൻഡ് ഹർ ടോട്ടൽ ഇസ് 420.75. എനിക്ക് ഇഷ്ടപ്പെട്ടു ദേവിക കുട്ടി പാടിയത്, ബിജി ചേട്ടന് ഇഷ്ടപ്പെട്ടു, ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും നല്ല ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ഇന്ന് ദേവിക കുട്ടി ഔട്ടാണ്.
OS3 1 മാർക്കാണ്, 420.75. അത് കാരണം മാത്രം ദേവിക അതിന്ന് ഔട്ടായി. ഇപ്പൊ ഒരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടല്ലേ ഇത്രയും കാര്യത്തിന് വേണ്ടിട്ട്? എല്ലാവരുടെ ഭയങ്കര സ്നേഹമാണ് അല്ലേ ദേവിക? ദേവിക വന്നോട്ടെ. ദേവിക, ഞാൻ കണ്ടതിൽ വെച്ചൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോ ഇതിന്റെ അകത്ത് നിൽക്കുമ്പോഴും പുറത്താണെങ്കിലും ഞാൻ എൻ്റെ ഈ ദേവികയുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലുള്ള, എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, എന്നാൽ ഈ ഫീൽഡിലുള്ള 2-3 പേരെടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ആ കുട്ടിയിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ട്. ദേവിക എന്ന് പറഞ്ഞു 10 വയസ്സായ ഒരു കുട്ടി ഇവിടെ വന്നിട്ട് ഒരു പാട്ട് പാടി. അത് 17ന്റെ പൂങ്കരലിൽ നിന്നുള്ള പാട്ടാണ് പാടിയത്. അത് സാധാരണ എനിക്ക് പോലും അതിന്റെ സംഗതികൾ ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് കൈവിട്ടു പോകും. ആ പാട്ട് അത്രയും ധൈര്യമായിട്ട് ഒറ്റയ്ക്ക്, അത് ഡുവറ്റാണ്, ആ പാട്ട് ഒറ്റയ്ക്ക് ഈ കുട്ടി അവിടെ പാടി. അത് കഴിഞ്ഞിട്ടുള്ള സ്കിറ്റിനാണെങ്കിലും ആ ഡയലോഗൊക്കെ കാണാപ്പാടം പഠിച്ച് ഇത്രയും മുതിർന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ ചെയ്തു. അതൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു 5 പേരെടുത്ത് മിനിമം ഞാൻ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം മോൾക്ക് എന്തായാലും ജീവിതത്തിൽ പൊങ്ങി വരാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു സ്പർശമുണ്ട്. അത് കാരണം ഒട്ടും വിഷമിക്കണ്ട. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. എന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നമ്മുടെ മോക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോ. എനിക്ക് ഈ 18 കണ്ടസ്റ്റൻസിൽ ഒരാളായത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ എൻ്റെ അച്ഛനോടും അമ്മോടും ഒക്കെ, എൻ്റെ പേരൻസിനോടും, പിന്നെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും പിന്നെ ഗോഡിനോടും ഞാൻ നന്ദി പറയും. ഗോഡിനോടും നന്ദി പറയണം അല്ലേ? ദേവിക എല്ലാവരുടെയും കൂടെ ദൈവത്തിനെ ഓർത്തു. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ദേവിക്ക് ഉണ്ടാവും. അപ്പൊ ഇനിയും ഞാൻ പറഞ്ഞ പോലെ വേറെ വേദികളിൽ വെച്ച് കാണാം. വലിയൊരു പാട്ടുകാരി ആവട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിഷ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മുടെ കൂടെയുള്ളത് 3 കണ്ടസ്റ്റൻസ് ആണ്. അതിലിനിയിപ്പോ ആരുടെ റിസൾട്ട് ആണ് അടുത്തത് നോക്കാം. അദ്വൈത്. അദ്വൈത്തിന്റെ പെർഫോമൻസും ചേച്ചി കേട്ടില്ലായിരുന്നു അല്ലെ? നേരത്തെ എലിമിനേഷൻ സോണിലാണ് അദ്വൈത്തിന്റെ പെർഫോമൻസ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ചെറിയൊരാള് ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരൊറ്റ ആൺകുട്ടി വന്നു നിന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞ കഷ്ടം തോന്നി. കാരണം എലിമിനേഷനിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് കൂട്ടായിട്ട് വന്നിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നി. ബട്ട് അദ്വൈത് ഇവിടെ വന്ന് പാടി. ഞാൻ ഹെഡ്ഫോൺ എടുത്ത് വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേരാണ് ഇവിടെ വാ തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്. സത്യമായിട്ട് ഞാൻ പറയാണ്. അതിലൊരു ഒരു കണ്ടസ്റ്റന്റ് നേരത്തെ ഞാനത് വളരെയധികം ഞാൻ ഇമോഷണലായിരുന്നു. അതേപോലെ വളരെയധികം ഫീലോടുകൂടി പാടി എന്നെ ഞെട്ടിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് അദ്വൈത്. ഐ എം വെരി ഹാപ്പി ദ വേ ഹി സാങ് ദാറ്റ് സോങ്. പഴയ ഒരു പാട്ട് ഇത്രയും ഭംഗിയോടുകൂടി അതിന്റെ ഒട്ടും ഭംഗി ചോർന്നു പോകാതെ അദ്വൈത് പാടി. അദ്വൈത്തിനെ കാണാനും നല്ല ക്യൂട്ടായിരുന്നു. നടക്കുഴിയൊക്കെ ഉണ്ടല്ലോ ചിരിക്കുമ്പോ. അപ്പൊ അദ്വൈത്തിന്റെ മാർക്ക് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ 4 റൗണ്ടിൽ അദ്വൈത്തിന് കിട്ടിയ മാർക്ക് 354.75 അല്ലേ? അതിന് ഇന്ന് അദ്വൈത്തിന് പാടിയതിന് മാർക്ക് കിട്ടിയിരിക്കുന്നത് 78 ആണ്. 78 മാർക്ക് പഴയ മാർക്കിനോട് ചേർക്കുമ്പോൾ 432.75 മാർക്സ് കിട്ടി. ആൻഡ് അദ്വൈത് ഇസ് ഇൻ. കൺഗ്രാറ്റുലേഷൻസ് അദ്വൈത്. ഹാപ്പി ആയോ? ഇനിയിപ്പോ അടുത്ത ഇതിനൊക്കെ കറക്റ്റ് ആയിട്ട് പാടുവോ? ഇപ്പൊ എന്താ പറ്റിയത്? എന്തുകൊണ്ട് എവിടെ എത്തിയെന്ന് തോന്നേ? ഉഴപ്പായിരുന്നല്ലേ? അതല്ല, ഞാൻ അവിടെ വന്ന് ഇവിടെ അദ്വൈത് നിൽക്കുമ്പോ ഞാൻ എന്താ ബിജുചേട്ടനോട് പറഞ്ഞെന്നറിയോ? ഇവനെ ക്രിക്കറ്റിന് വിടണമായിരിക്കും നല്ലത്. പിന്നെ പാട്ട് പാടാൻ വിടുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇവിടെ ഉഴപ്പിയിട്ട് ഇവിടെ നിൽക്കുന്നത്. അവനെ വിട്ട് കഴിഞ്ഞാൽ അവൻ ചിലപ്പോ പോയി ക്രിക്കറ്റ് കളിക്കും. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. പാട്ട് പാടാനാണ് ഇഷ്ടം. ഓക്കെ. അപ്പൊ പാട്ടൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യാ. ഓക്കെ. ഇനി വരും റൗണ്ട്സിൽ ഞാൻ വീട്ടിലിരുന്ന് ടിവിയിലിരുന്ന് കാണും. ഓക്കെ. ഓൾ റൈറ്റ്. താങ്ക് യു അദ്വൈത്.
ഇനി ബാക്കിയുള്ള 2 കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ കൂടെയുള്ള ഉണ്ണിമായ and ആർച്ച. ഒരാളിൻ ഒരാൾ ഔട്ട്. ഇത്രയും നേരം പറഞ്ഞ പോലെയല്ല, എനിക്ക് കുറച്ച് വിഷമമുണ്ട് ഇതിപ്പോൾ ചെയ്യുന്നതിന്. കാരണം ഒരാളുടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് സന്തോഷമാവും, അല്ലെങ്കിൽ ഒരാളുടെ അനൗൺസ് ചെയ്താൽ മറ്റേ ആൾക്ക് ദുഃഖമാവും. പക്ഷെ ചെയ്തേ പറ്റൂ. Jai Hind TV, for the family, for the nation. ഇനി ബാക്കിയുള്ള 2 കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ കൂടെയുള്ള ഉണ്ണിമായ and ആർച്ച. ഒരാളിൻ ഒരാൾ ഔട്ട്. എക്സാക്ട്ലി മേഘ്ന പറഞ്ഞ പോലെ 1 is in and 1 is out. ഇപ്പോൾ ഇത് ഇത്രയും നേരം പറഞ്ഞ പോലെയല്ല, എനിക്ക് കുറച്ച് വിഷമമുണ്ട് ഇതിപ്പോൾ ചെയ്യുന്നതിന്. കാരണം ഒരാളുടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് സന്തോഷമാവും, അല്ലെങ്കിൽ ഒരാളുടെ അനൗൺസ് ചെയ്താൽ മറ്റേ ആൾക്ക് ദുഃഖമാവും. പക്ഷെ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളുടെ പെർഫോമൻസസിനെ പറ്റി? ആദ്യം ഉണ്ണിമായ പറയും. ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നോ? അത്രേ ഉള്ളോ? കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് ഉണ്ട്. ആർച്ചയ്ക്കോ? നന്നായി പാടി. കോൺഫിഡൻസ്, 2 പേർക്കും കോൺഫിഡൻസ് ഉണ്ട്. ആദ്യമായിട്ട് ഉണ്ണിമായയുടെ മാർക്ക് ഞാൻ വായിക്കാണ്. 350.25 ആണ് കഴിഞ്ഞ 4 റൗണ്ടുകളിൽ കിട്ടിയ മാർക്ക്. ഇന്ന് പാടിയതിന് ഉണ്ണിമായക്ക് കിട്ടിയത് 77 മാർക്സ് ആണ്. And the total is 427.25. ആർച്ചയ്ക്ക് കിട്ടിയത് കഴിഞ്ഞ 4 റൗണ്ടുകളിൽ 351 മാർക്സ് ആണ്. അതിന്റെ കൂടെ ഇന്ന് പാടിയതിന് ആർച്ചയ്ക്ക് കിട്ടിയത് 70 മാർക്സ് ആണ്. And her total is 421 marks. Now എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ITL വേൾഡ് ജൂനിയർ ഐഡലിലെ ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ ആർച്ച ഇസ് ഔട്ട്. ആർച്ചയ്ക്ക് എന്താ പറയാനുള്ള മോളു? കുഴപ്പമില്ല, ഞാൻ പോസിറ്റീവിലായിട്ടുണ്ട്. ആണോ? അതെ. ഓക്കെ. ആർച്ചയുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് അല്ലേ? അതെ, വന്നിട്ടുണ്ട്. അവര് വളരെ സപ്പോർട്ടീവ് ആണ് അല്ലേ? ഫാമിലി വൈസ് എനിക്ക് ആർച്ചയുടെ പേരൻസിനെ അറിയാം. കാരണം ആർച്ചയുടെ ചേട്ടൻ പാടാറുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ആർച്ചയുടെ ചേട്ടൻ അമ്പാടി പാടിയിട്ടുണ്ട്. അന്ന് ആ ചേട്ടൻ പാടുന്ന കാണാനായിട്ട് ആർച്ച വന്നിട്ടുണ്ട്. ഞാൻ ആർച്ചേനെ അന്ന് തൊട്ട് എനിക്ക് അറിയാം. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാമിലിയാണ് ആർച്ചയുടേത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആർച്ചേനെ ഇനിയും ഒരുപാടധികം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നല്ല വേദികളിൽ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് പാടണം. ഓക്കെ? നല്ല ഫീലോടുകൂടി നോട്ട്സും എൻഡിങ് നോട്ട്സും എല്ലാം നല്ല പെർഫെക്ഷനോടുകൂടി നമ്മൾ പാടുന്നവരെ നോക്കിയിട്ട് അവരെങ്ങനെയാണോ അത്രയും വാശിയോടുകൂടി നമ്മൾ പാടാൻ നോക്കുക. നല്ല നല്ല ജഡ്ജസ് ദൈവം സഹായിച്ച് എല്ലാ ഷോസിനും വരുന്നുണ്ട് നമുക്ക് നല്ല നല്ല ഉപദേശം തരാൻ അല്ലേ? ബിജുചേട്ടനൊക്കെ അല്ലെങ്കിൽ ടീച്ചറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുസ്ഥാനീയരാണ്. അപ്പോൾ അവർ പറയുന്ന ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് അത് യൂസ് ചെയ്യുക നാളെ ഒരു നേരത്തെ. ഓക്കെ? അപ്പോൾ എന്തായാലും വളരെ സ്പോർട്ടീവായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ ആർച്ച എടുത്തു. ഉണ്ണിമായക്ക് എന്താ പറയാനുള്ളത്? എന്ത് പറ്റി ഉണ്ണിമായ? ഇത് ഇന്നായതിന്റെ സന്തോഷമാണോ ആർച്ച ഔട്ടായതിന്റെ വിഷമാണോ? ആർച്ചയാണോ ഫ്രണ്ട്? നിങ്ങളാണോ ഫ്രണ്ട്സ് ഇതില്? ആണോ? എന്താണെങ്കിലും
Unnimaya is in and Archa is out. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഫ്രണ്ട്സിനെ മിസ് ചെയ്യണതിൽ വിഷമമുണ്ട്. ഒബ്വിയസ്ലി ഇത് ജൂനിയർ ഐഡലാണ്. കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്നസെൻസ് ആണ് കൂടുതലും. ബിജി ചേട്ടൻ പറഞ്ഞ പോലെ കുറെ വയസ്സായി കഴിയുമ്പോഴത്തേക്കും, കുറെ പ്രായമാകുമ്പോഴത്തേക്കും പിന്നെ ഈഗോ ആവും, വാശിയാവും, കോമ്പറ്റീഷൻ കൂടും. പക്ഷെ ഈ ഒരു പ്രായം എന്ന് പറയുന്ന ഇന്നസെൻസ് ആണ്. അവർക്ക് ഇവിടുന്ന് ഔട്ട് ആവുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യും എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള പാർട്ട്. അത് അവരുടെ ഇന്നസെൻസ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഇന്നസെൻസ് നിങ്ങൾ കളയരുത്. ട്രെഷർ ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ഇൻ വാട്ട് യു എക്സെൽ. മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ, കനിവായി പൊഴിഞ്ഞുതാ മണിപ്പീലിയൊന്നു നീയരികെ. ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളി നീ കൂടണയൂ. മാപ്പാനി നീ സനി സനി സരി നീത മപനി സനി സ. നീലരാവുകളുമേ കുളിരും പകരം ഞാൻ നൽകും. ചേച്ചി അങ്ങനെ ഭീകരമായ അതെ, അത് ആ ഒരു വലിയ ചടങ്ങ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയുള്ള കുട്ടികൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പ്ലീസ് ദേഷ്യം തോന്നരുത്. ബിജു ചേട്ടനും ടീച്ചറും ഇരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാനൊന്ന് എനിക്ക് ഒന്ന് സഹായിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിൽ സഹകരിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഇന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രിവിലേജ്. സോ താങ്ക് യു ബിജു ചേട്ടാ, ആൻഡ് താങ്ക് യു അരുന്ധതി ടീച്ചർ ഫോർ ഇൻക്ലൂഡിങ് മീ ഇൻ യുവർ പാനൽ ഓഫ് ജഡ്ജ്മെന്റ്. പിന്നെ നിങ്ങൾ കുട്ടികളെല്ലാവരുമായിട്ട് കുറച്ച് നേരം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. നല്ല കുറേ റൗണ്ടുകൾ എനിക്ക് ഭാഗമാകാൻ പറ്റി. എലിമിനേഷനും കാണേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ അതിലും നല്ല മ്യൂസിക് ഞാൻ കേട്ടു. ഈ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 എന്നെ ഒരു സെലിബ്രിറ്റി ജഡ്ജായിട്ട് വിളിച്ചതിന് ജയ്ഹിന്ദിന്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും ഇതിന്റെ പ്രൊഡ്യൂസറിനോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു ചേച്ചി. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ചേച്ചി ഞങ്ങളോട് ടാറ്റ പറയാണ്. എന്നെ പറഞ്ഞു വിടുവാണ്. പറഞ്ഞു വിടില്ല, ബട്ട് ചേച്ചിക്ക് ആഗ്രഹമാണെങ്കിൽ എപ്പോഴും ഇവിടെ ഇരിക്കാം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ആൻഡ് നമ്മുടെ അരുന്ധതി ചേച്ചി ചേച്ചി നമ്മൾക്ക് വളരെ നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചു. വളരെ എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ചേച്ചി അവിടെ ഇരുന്നപ്പോൾ, ഇവിടെ വന്ന് നിന്നപ്പോഴും. അതെ, ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര രസമുള്ള, സാധാരണ ഞാൻ എലിമിനേഷൻ പോലും സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു. എന്താണെന്നറിയാമോ, എനിക്ക് ആ 2 കുട്ടികളിൽ നിന്ന് എനിക്ക് എനർജി കിട്ടി. ദേവികയും ആർച്ച. ഞാൻ സത്യം പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ ആർച്ച ദേവിക കുഞ്ഞു കുട്ടി, ഞാൻ വിചാരിച്ചു പാവം മോള് കരഞ്ഞ് രംഗമൊക്കെ ഉണ്ടാക്കി എന്നെ കൂടെ കരയിക്കുന്നു വിചാരിച്ചു. ഞാൻ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്. അപ്പോൾ പിന്നെ മോളെ കണ്ടപ്പോൾ എനിക്കും കൂടെ ധൈര്യം കിട്ടി. ഞാൻ മോളിൽ നിന്ന് പഠിച്ചു കേട്ടോ, കുറച്ച് നല്ല ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്. പിന്നെ എനിക്ക് നല്ല ഒരു എന്താ പറയുക, ഇത്രയും ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് എന്ന ജയ്ഹിന്ദ് TVയോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. വീണ്ടും വരാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇനി കാണാം. യെസ്, ഷുവർ. മറ്റൊരു വേദിയിൽ വെച്ച് കാണാം. ഫോർ നൗ താങ്ക് യു സോ മച്ച്. അങ്ങനെ സെക്കൻഡ് സ്റ്റേജിലെ എലിമിനേഷൻ കഴിഞ്ഞു. നമ്മുടെ 3 കണ്ടസ്റ്റൻസ്, അവരെ എപ്പോഴും ഞങ്ങൾ ഓർക്കും. ഇനി അടുത്ത എപ്പിസോഡ് മുതൽ നമ്മുടെ 3rd സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 3rd സ്റ്റേജ് ഇവിടെ അരങ്ങേറും. അതിനായി കാത്തിരിക്കുക. Till we meet at the next episode, it's me Meghna signing out from your favorite show ITL World Junior Idol Season 2. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.